ഹായ് ഡെവലപ്പേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ കോഡീസ് വിത്ത് അനു. നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിലേക്ക് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നതും പാരാമീറ്റേഴ്സ് റിട്ടേൺ ചെയ്യുന്നതും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയില്ലേ. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റിൽ ഒരു ബേസിക് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ അറിയാലേ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫംഗ്ഷൻ എക്സ്പ്രഷൻ എന്താണെന്നാണ്. ആദ്യം നമുക്ക് എക്സ്പ്രഷൻ എന്താന്ന് നോക്കും, എന്നാലല്ലേ നമുക്ക് ഫംഗ്ഷൻ എക്സ്പ്രഷൻ എന്താന്ന് പറയാൻ പറ്റുള്ളൂ. ജാവാ സ്ക്രിപ്റ്റിൽ അല്ലെങ്കിൽ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പം എ ഈസിക്കൽ ടു 2+3 എന്ന് എഴുതി. ഇതൊരു എക്സ്പ്രഷൻ ആണ്. അതായത് ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് അതിന് രണ്ട് സ്റ്റെപ്പായിട്ടാണ് നടക്കുക. ആദ്യം ഒരു ഇവാലുവേഷൻ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ടൊരു അസൈൻമെന്റ് ഉണ്ടാവും. അതായത് ഈ എക്സാമ്പിൾ എടുത്താൽ ഇവിടെ എ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് 2ഉം 3ഉം കൂടെ ആഡ് ചെയ്തിട്ടാണ് അസൈൻ ചെയ്യുന്നത്. അതായത് അസൈൻ ചെയ്യുന്നതിന് മുന്നേ അഡീഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്പറേഷൻ അവിടെ നടക്കുന്നില്ലേ. അപ്പോൾ ഒരു ഇവാലുവേഷൻ നടക്കും, ആ ഇവാലുവേഷന്റെ റിസൾട്ട് ആണ് ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുന്നത്. അപ്പോൾ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇവാലുവേഷൻ, നെക്സ്റ്റ് അസൈൻ. മനസ്സിലായല്ലേ? ഇനി നമുക്ക് ഫംഗ്ഷൻ എക്സ്പ്രഷൻ എന്താന്ന് നോക്കാം. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ സെയിം എക്സാമ്പിൾ എടുക്കാം. നമ്മളൊരു അഡീഷന്റെ എക്സാമ്പിൾ അല്ലേ പറഞ്ഞത്. ഇന്ന് ഞാൻ ആദ്യം ഞാനൊരു വേരിയബിൾ ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, ആഡ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ഇങ്ങനെയാണല്ലോ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്. എന്നിട്ടൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്. ഈ വേരിയബിളിലേക്ക് ഞാനൊരു ഫംഗ്ഷൻ അസൈൻ ചെയ്യാൻ പോവുകയാണ്. സോ നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഈ ഫംഗ്ഷന്റെ പ്രത്യേകത, ഇതിനൊരു നെയിം ഉണ്ടാവില്ല. അതിന് നമ്മൾ അനോണിമസ് ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. നെയിം ഇല്ലാതെ ക്രിയേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ. ഫംഗ്ഷൻ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, നെയിം ഉണ്ടാവില്ല, ഫംഗ്ഷൻ പാരാന്തസിസ് കൊടുക്കുന്നു, കേർലി ബ്രേസ് കൊടുക്കുന്നു. ഈ ഫംഗ്ഷനുള്ളിൽ നോർമൽ ഫംഗ്ഷനിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ലാസ്റ്റ് വീഡിയോയിൽ ചെയ്ത അഡീഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ജസ്റ്റ് കൺസോൾ ചെയ്യുന്ന പ്രിന്റോ അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ട് നിങ്ങൾക്ക് എന്തോ ഓപ്പറേഷൻ ആണോ ഈ ഫംഗ്ഷനിൽ ചെയ്യേണ്ടത്, സാധാരണ ഫംഗ്ഷൻ പോലെ ചെയ്യാം. ഞാൻ ഇവിടെ ഇപ്പോൾ ജസ്റ്റ് രണ്ട് നമ്പർ ആഡ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്യുവാണ്. മൾട്ടിപ്പിൾ ലൈനിൽ ചെയ്യാതെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റിന്റെ കൂടെയാണ് ഈ അഡീഷനും ചെയ്യുന്നത്. ഇതാണ് ഒരു ബേസിക് ഫംഗ്ഷൻ എക്സ്പ്രഷന്റെ സിന്റാക്സ് എന്ന് പറയുന്നത്. അപ്പം ഇനിഷ്യലി ആഡ് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആയിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഇതിലേക്ക് ഒരു ഫംഗ്ഷൻ ആണ് അസൈൻ ചെയ്യുന്നത്. ഇവിടെ ഒരു ഇവാലുവേഷനും ഒരു അസൈൻമെന്റും ഉണ്ട്. അതായത് ഫംഗ്ഷന്റെ ഇവാലുവേഷനും നെക്സ്റ്റ് ആണ് അസൈൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഓപ്പറേറ്ററിന്റെ സെയിം എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഫംഗ്ഷൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇവാലുവേഷൻ ആൻഡ് അസൈൻമെന്റ്. ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ ഡാറ്റ ടൈപ്പ് പഠിച്ചപ്പോൾ പറഞ്ഞു, രണ്ട് ടൈപ്പ് ഡാറ്റ ടൈപ്പ് ഉള്ളത്, പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പും ഒബ്ജക്ട്സും അല്ലെ. ഇപ്പൊ ഒബ്ജക്ട്സിൽ കോംപ്ലക്സ് ഒബ്ജക്റ്റ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ. ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഒബ്ജക്റ്റ് ആണ്. ജാവാസ്ക്രിപ്റ്റിലെ ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് ഫംഗ്ഷനെയും ട്രീറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണ് ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് നോക്കാം. അപ്പൊ സാധാരണ ആഡ് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ അല്ലേ, അതിലേക്ക് ഫംഗ്ഷൻ എക്സ്പ്രഷൻ അസൈൻ ചെയ്തപ്പം അതൊരു ഫംഗ്ഷനായി. അതുകൊണ്ട് തന്നെ നമുക്ക് ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് സാധാരണ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് പോലെ തന്നെ കോൾ ചെയ്യാം. നമുക്കിവിടെ റിസൾട്ട് ചെക്ക് ചെയ്യാം. റിസൾട്ട് വന്നിട്ടുണ്ട്. അടുത്ത നമുക്ക് സാധാരണ ഒരു വേരിയബിൾ പ്രിന്റ് ചെയ്യുന്നത് പോലെ ഈ ആഡ് എന്താണെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. ആഡ് ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ആണ്. നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ക്ലിയർ ആവൂലേ. ഇനി ഇതിന്റെ വേറൊരു പ്രത്യേകത, ഞാൻ വേറൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുവാണ്, സം എന്ന് പറഞ്ഞ്. അതിലേക്ക് ഈ ഫംഗ്ഷൻ അസൈൻ ചെയ്ത് കൊടുക്കാം. ഇത് ഒരു ഫംഗ്ഷനെ നമുക്ക് വേറൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് അത് അഗെയിൻ ഒരു ഫംഗ്ഷൻ ആയിട്ട് വർക്ക് ചെയ്യും. അഗെയിൻ നമുക്ക് ഈ കൺസോൾ ഡോട്ട് ആഡില് ആഡിന് പകരം സമ്മിനെ കോൾ ചെയ്തിട്ടുണ്ടെങ്കിലും ദ റിസൾട്ട് 6 വന്നിട്ടുണ്ട്. ഇങ്ങനെയും നമുക്ക് അസൈൻ ചെയ്യാം. അഗെയിൻ നമുക്ക് സമ്മ് മാത്രമായിട്ട് പ്രിന്റ് ചെയ്ത് നോക്കിയാൽ കാണാം. സം എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണ്, ആഡ് ആണ് അതിന്റെ ഫംഗ്ഷൻ. അപ്പൊ സം എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണ്, ആഡ് ഫംഗ്ഷൻ. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഒരു അനോണിമസ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുമ്പോൾ അതൊരു ഫംഗ്ഷൻ എക്സ്പ്രഷൻ ആയി. അതായത് അനോണിമസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫംഗ്ഷന് നെയിം ഉണ്ടാവില്ല. ഇനി ഇത് എവിടെയൊക്കെയാ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഏറ്റവും കൂടുതൽ നമുക്കിപ്പം മൾട്ടിപ്പിൾ പേജസ് ഉണ്ടെങ്കിൽ ഒരു ഫംഗ്ഷനെ പാരാമീറ്റർ ആയിട്ട് വേറൊരു പേജിലേക്ക് പാസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. കാരണം നമ്മൾ ഒരു ഫംഗ്ഷനെ വേറൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് കണ്ടു അല്ലേ. അടുത്തത് ഒബ്ജക്റ്റ് ലിറ്ററൽ ആണ്. ഒബ്ജക്റ്റ് ലിറ്ററലിൽ ഒരു ഫംഗ്ഷൻ അതിന്റെ പാർട്ടായിട്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അനോണിമസ് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യാം. ഓൾറെഡി ഒബ്ജക്റ്റ് ലിറ്ററൽ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.
ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.